എങ്ങനെയാണ് ഒരു സംവിധാനം അനാസ്ഥമായിട്ട് തീരുന്നത്? മരണമുണ്ടാകുമ്പോൾ, ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ അധികാരികൾ വരും, വാക്ക് കൊടുക്കും, വളരെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. കാട്ടിക്കൂട്ടലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നതാണ് വളരെ വ്യക്തമായിട്ടുള്ളത്. ആ കാട്ടിക്കൂട്ടലുകൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അഞ്ജനയും സംഘവും ഫെൻസിങ് നോക്കുക. ഫെൻസിങ്ങൊക്കെ അഞ്ജന വളരെ കൂളായിട്ടാണ് കൈകൊണ്ട് പിടിക്കുന്നത്. സാധാരണ ആന തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്ന ഫെൻസിങ്ങാണ്. ആ ഫെൻസിങ് പിടിച്ചിട്ട് ചെറിയ ഷോക്കൊന്നും ഏൽക്കുന്നില്ലല്ലോ അഞ്ജന? ഇല്ല അരുൺ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ കാണാവുന്നത് പോലെ തകർന്ന രീതിയിലാണ്. ആ ഫെൻസിങ്ങിന്റെ പോസ്റ്റുകളെല്ലാം തകർന്നു കിടപ്പുണ്ട്. ഫെൻസിങ്ങിന്റെ കേബിളും ഇപ്പോൾ അഞ്ജന കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ നോക്കൂ, ഇതാണ് കോതമംഗലത്തെ അവസ്ഥ എന്നുള്ളത്. ഈ വനംവകുപ്പുണ്ട്, വനംവകുപ്പിന് ഫണ്ടുണ്ട്. ആ ഫണ്ടുകളെല്ലാം പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഇതൊന്നും സാധാരണ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. സോളാർ ഫെൻസിങ്ങിനൊക്കെ എത്രയോ നാൾ മുമ്പ് ടെൻഡറിങ് ക്ഷണിച്ചിരുന്നതാണ്. ഇതെല്ലാം മരണവാർത്ത വരുന്ന സമയത്ത് വന്ന് പറയും.